KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. എന്നാ പിന്നെ ഞാൻ മറ്റേത് ഏത് തിരുവനന്തപുരം CJM കോടതിയിലാണ് മൊഴി നൽകിയത്. ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന പരാതിയിലാണ് നടപടി. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരം CJM കോടതി 3-ൽ ഹാജരായിട്ട് മൊഴി നൽകാനായിരുന്നു മേയർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നത്. അപ്പൊ വേലുണ്ണം പറയുന്നത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആര്യ രാജേന്ദ്രൻ കോടതിയിൽ ഹാജരാകുകയും 1 മണിക്കൂറോളം നീണ്ട രഹസ്യമൊഴി നൽകുകയും ചെയ്തു. മേയർ വിതുമ്പി ഇത് കേസിന്റെ ഒരു സ്വാഭാവിക നടപടി തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊരു വകുപ്പാണ് ഇതിൽ ഡ്രൈവർ യദുവിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സത്യം എന്താണെന്ന് ആർക്കറിയാം? ഞാൻ ഈ സിറ്റി മേയറാ. ഇത്രയും നാൾ നിന്റെ പണവും അധികാരം ഉപയോഗിച്ച് നീ ജയിച്ചു, പക്ഷെ ഒരിടത്ത് പിഴച്ചു. ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മറ്റു പലരുടെയും മൊഴിയെടുത്തെങ്കിലും അങ്ങനെ പ്രത്യക്ഷത്തിൽ ആരും ഈ ഇത്തരത്തിലുള്ള അശ്ലീലാംഗ്യം കാണിക്കുന്നത് കണ്ടിട്ടില്ല. ചളമായെന്നാ തോന്നുന്നു. പ്രദേശത്ത് CCTV ക്യാമറകൾ ഇല്ലാത്തത് കൊണ്ട് അത് അതിന്റെ ദൃശ്യങ്ങളും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള മറ്റു തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത്. പക്ഷേ ഒരു സ്ത്രീ അവരെ അപമാനിച്ചു എന്ന പരാതിയിൽ ഉറച്ചു നിന്നാൽ പോലീസിന് അത് തന്നെ പ്രധാന തെളിവായിട്ട് മുന്നോട്ടെടുക്കാവുന്നതാണ്. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും മിസ്റ്റർ സൂപ്പറിന്റൻഡന്റ് ഓഫ് പോലീസ്. ആ മൊഴിക്ക് കൂടുതൽ ബലം നൽകുന്നതിന് വേണ്ടി കൂടിയാണ് മേയറുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇതൊക്കെയാണ് പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള വ്യത്യാസം. കാശില്ലാത്തവൻ എന്നും അപമാനമേ വിധിച്ചിട്ടുള്ളൂ. അതോടുകൂടി മേയർ ആ പരാതിയിൽ ഉറച്ചു നിന്നാൽ പോലീസിന് ഈ കേസിൽ കുറ്റപത്രം ഡ്രൈവർക്കെതിരെ കുറ്റപത്രം നൽകി കേസ് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാനാവും. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. സംശയിക്കണം, ഞാൻ ഏറ്റു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് മേയറുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാരെന്ന് എനിക്ക് മനസ്സിലായോ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ? നീ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, അങ്ങനെ പോവല്ലേ.